നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ചേർപ്പ് മേഖലയിലെ ഇടവകകളിൽ കുരിശിന്റെ വഴി തീർത്ഥാടന യാത്രയും ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. ചേർപ്പിൽ എക്സൈസിന്റെ വൻ ചാരായവേട്ട. 60 ലിറ്റർ തെങ്ങിൻ പൂക്കുല ചാരായവുമായി 2 പേരെ ചേർപ്പ് എക്സൈസ് പിടികൂടി. സ്കൂട്ടർ ഓടിച്ചു പോകുന്നതിനിടെ യാത്രികന് സൂര്യാഘാതമേറ്റു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ മരത്തിന്റെ പ്ലെയിനർ സ്ഥാപനം നടത്തുന്ന രതീഷിനാണ് സൂര്യാഘാതമേറ്റത്. ചേർപ്പ് മുത്തുള്ളിയാലിൽ കാർ നിയന്ത്രണം വിട്ട അപകടം. വൈദ്യുതിക്കാൽ തകർത്ത് മതിലിടിച്ചു നിന്നു. ഡ്രൈവർ ചാടിയിറങ്ങി രക്ഷപ്പെട്ടു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ കൃഷി ഉൽപ്പന്നങ്ങൾ നൽകി ചേലത്ത് സ്വീകരിച്ചു. മുൻ MP CN ജയദേവൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ചേർപ്പ് മേഖലയിലെ ഇടവകകളിൽ കുരിശിന്റെ വഴി തീർത്ഥാടന യാത്രയും ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. ചേർപ്പ് സെന്റ് ആന്റണീസ് ഇടവകയിൽ നടന്ന പ്രദക്ഷിണം ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് നേതൃത്വം നൽകി. പള്ളിയിൽ നിന്നും തുടങ്ങി പെരുമ്പിള്ളിശ്ശേരി ചങ്ങരയിൽ, പാടം, പെരുമ്പിള്ളിശ്ശേരി കപ്പേള, തിരുവുള്ളക്കാവ് CNN ഗ്രൗണ്ട്, ചേർപ്പ് ചന്ത വഴി പള്ളിയിൽ സമാപിച്ചു. ചേർപ്പിൽ എക്സൈസിന്റെ വൻ ചാരായവേട്ട. 60 ലിറ്റർ തെങ്ങിൻ പൂക്കുല ചാരായവുമായി 2 പേരെ ചേർപ്പ് എക്സൈസ് പിടികൂടി. ചൊവ്വൂർ പാറക്കോവിൽ കല്ലുങ്ങൽ വീട്ടിൽ ഗോപാലന്റെ വീട്ടിൽ നിന്നാണ് ഇവ പിടികൂടിയത്. കല്ലുങ്ങൽ വീട്ടിൽ 40 വയസ്സുള്ള ജിജോ മോൻ, പുത്തൂർ ചെറുകുന്ന ഏങ്ങൂർ വീട്ടിൽ 28 വയസ്സുള്ള യദുകൃഷ്ണൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഈസ്റ്റർ, വിഷു, വിശേഷ ദിവസങ്ങളും തെരഞ്ഞെടുപ്പ് കാലവും കണക്കിലെടുത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരുന്ന ചാരായമാണ് പിടികൂടിയത്. തെങ്ങിൻ പൂക്കുലയും ഔഷധക്കൂട്ടും ഇട്ടുവാറ്റിയ വീര്യം കൂടിയ ചാരായമാണ് പ്രതികളിൽ നിന്നും പിടികൂടിയത്. ഈ ചാരായത്തിന് നല്ല ഡിമാൻഡാണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. 1 ലിറ്ററിന് 1500 രൂപയ്ക്കാണ് ചാരായം വിറ്റിരുന്നത്. 90,000 രൂപയുടെ ചാരായം പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്കൂട്ടർ ഓടിച്ചു പോകുന്നതിനിടെ യാത്രികന് സൂര്യാഘാതമേറ്റു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ മരത്തിന്റെ പ്ലെയിനർ സ്ഥാപനം നടത്തുന്ന ചാത്തക്കുടം വടക്കേപ്പുരയ്ക്കൽ രതീഷിനാണ് സൂര്യാഘാതമേറ്റത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ പൂച്ചനിപ്പാടം ഭാഗത്തേക്ക് പോകുന്നതിനിടെ തിരുവള്ളക്കാവ് തെക്കേനട റോഡിന് സമീപമാണ് സംഭവമുണ്ടായത്. കയ്യിൻ്റെ 2 പുറടിയുമ്പോൾ നീറ്റിൽ വന്നപ്പോൾ അത്ര കാര്യമാക്കിയില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ രാത്രി വൈകിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ ചുട്ട് പൊള്ളലുമായി ഇങ്ങനെ അനുഭവപ്പെട്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തടിച്ച് കഴിഞ്ഞ് പൊളങ്ങളായിട്ട് മാറി തുടങ്ങി. പിന്നെ അപ്പോൾ രാത്രി ഇങ്ങനെ ചെല്ലുന്നോറും കൂടി തുടങ്ങി. അങ്ങനെ പിന്നെ രാവിലെ ഞാൻ ഡോക്ടറേറ്റ് വന്ന് ഡിസ്പെൻസറിൽ വന്ന് കാണുകയും ചെയ്തു. ശരീരത്തിൽ നീറ്റൽ അനുഭവപ്പെട്ടെങ്കിലും കാര്യമാക്കിയില്ല. രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് 2 കൈയിലും കാലിലും ചെറിയ പോളകൾ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അത് വലിപ്പത്തിൽ വ്യാപിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടി. ചേർപ്പ് മുത്തുള്ളിയാലിൽ കാർ നിയന്ത്രണം വിട്ട അപകടം. വൈദ്യുതിക്കാൽ തകർത്ത് മതിലിടിച്ചു നിന്നു. സ്റ്റിയറിംഗ് ലോക്ക് ആയതിനാലാണ് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. ഡ്രൈവർ ചാടിയിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെ മുത്തുള്ളിയാൽ പള്ളിക്ക് മുന്നിലാണ് അപകടമുണ്ടായത്. വൈദ്യുതി കമ്പികൾ റോഡിൽ പൊട്ടി വീണു. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വല്ലച്ചിറ റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണ കാർഷിക തിയേറ്റർ ഫെസ്റ്റിവൽ 31 മുതൽ ഏപ്രിൽ 10 വരെ നടക്കും. വല്ലച്ചിറ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വല്ലച്ചിറ നാടക ദ്വീപിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശശിധരൻ നടുവിൻ്റെ നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇതിൽ വിവിധ നാടകങ്ങളുടെ അവതരണമുണ്ട്. കുട്ടികളുടെ നാടക ക്യാമ്പ്, 10 ദിവസം നീണ്ടു നിൽക്കുന്ന കുട്ടികളുടെ നാടക ക്യാമ്പ്, ഒപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള നാടൻ കലകളുടെ അവതരണങ്ങൾ. അങ്ങനെ കാർഷിക മേഖല എത്ര കണ്ട് നമ്മുടെ സാംസ്കാരിക ഔന്നിത്യത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബന്ധത്തെ, ആ കാർഷിക മേഖലയുമായി സാംസ്കാരിക മേഖലയ്ക്കുള്ള ബന്ധം, അതുപോലെ തന്നെ നമ്മുടെ കലയുമായിട്ടുള്ള ഒരു ജൈവബന്ധം,
അത് കൃത്യമായി പരിപോഷിപ്പിച്ചെടുത്തുകൊണ്ട് നല്ല 31 വൈകിട്ട് 6 KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ ദിവസങ്ങളിൽ നാടകങ്ങൾ, കുട്ടികളുടെ ക്യാമ്പ്, ഉടൽമൊഴി, കഥകളി അവതരണം, സാംസ്കാരിക സമ്മേളനം, തോൽപ്പാവക്കൂത്ത്, ഐവർകളി, നാട്ടിലെ പാട്ടുകാരുടെ പാട്ടുസന്ധ്യ എന്നിവയുണ്ടാകും. കൃഷി വിദഗ്ധരും നാടക പ്രമുഖരും കുട്ടികളുമായി സംവദിക്കും. നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ, സംവിധായകൻ പ്രിയനന്ദനൻ, സലീഷ് നടുവിൽ, N മനോജ്, സുനിൽ മുപ്പിശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിയേറ്റർ ഗ്രൂപ്പ് നാടകദ്വീപിൻ്റെ രണ്ടാമത്തെ കാർഷിക ഫെസ്റ്റിവലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പാസ് വെച്ചാണ് നിയന്ത്രിച്ചതെങ്കിൽ ഈ പ്രാവശ്യം പ്രവേശനം സൗജന്യമാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും ഈ പരിപാടിയിൽ വരണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. പിന്നീട് അറിവാണ്, ആ അറിവിലേക്കാണ് ഇവിടെ 10 ദിവസത്തോളം നിൽക്കുന്ന കുട്ടികളുടെ ക്യാമ്പ് വരുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കാണാത്ത രീതികളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് നാടകം കളിക്കുമ്പോഴാണെങ്കിലും തനത് നാടകം എന്നൊക്കെ പറയുമ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും തനതുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു അറിവ് കൂടെ കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരെ, ഈ കർഷകരെ എന്ന് പറയുന്ന മറ്റേത് ജോലിക്കൊപ്പം തന്നെ നമ്മളുടെ അന്നമാകുന്ന കർഷകരെ ചേർത്ത് പിടിക്കുക, മണ്ണിനെ ചേർത്ത് പിടിക്കുക, മണ്ണിനാണ് നമ്മുടെ ഉയിര് എന്നുള്ളൊരു ബോധ്യത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ എന്നുള്ള ഏറ്റവും വലിയ ഒരു പ്രയത്നമായിട്ടാണ് എനിക്ക് ഈ ഒരു സംരംഭത്തെ തോന്നിയിട്ടുള്ളത്. ഇത് പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുപ്പം അകലം ഇതിന് വരാൻ പറ്റുമോ, നമ്മൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ ആളുകൾക്കുണ്ട്. ആ തോന്നൽ ഒഴിവാക്കണം. തീർച്ചയായിട്ടും എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്ന ഒരു വലിയ കേരളത്തിൽ തന്നെ നടക്കുന്ന അത്യപൂർവമായ ഒരു കലാവിരുന്ന് തന്നെയാണ്. വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളെ നമുക്ക് നോക്കിക്കാണാനും അറിയാനും അടുത്ത തലമുറയിലേക്ക് നമ്മുടെ ഊർജ്ജത്തെ, കലയുടെ വെളിച്ചത്തെ ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലെ പാട്ടുകാർ പാടുന്നു എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. പിന്നെ ചണ്ടാലഭിഷുകിയുടെ ഒരു തോൽപ്പാവക്കൂത്തിൻ്റെ ഒരു അവതരണം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സീതക്കളി, ഇത്തരം സംഭവങ്ങളും എല്ലാം കൂടെ ഞങ്ങളുടെ നാട്ടിലൊരു പക്ഷേ തോൽപ്പാവക്കൂത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല ആളുകൾ. ഒരു പക്ഷേ ചിലപ്പോൾ നാടകങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. വളരെ ഇതായിട്ട് പറയാനുള്ളത്, പ്രത്യേകത പറയാനുള്ളത്, പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ടുണ്ട്. വളരെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു. ഈ വർഷവും പ്രസീത പതി ഫോക്ക് ബാൻഡ് എന്ന് പറയുന്ന സംഭവം ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 50 കുട്ടികളെ വല്ലച്ചിറ പഞ്ചായത്ത്, ചേർപ്പ് പഞ്ചായത്ത്, അതേപോലെ തന്നെ മൗലിശ്ശേരി പഞ്ചായത്ത്, നെന്മണിക്കര പഞ്ചായത്ത്, അങ്ങനെ 5 പഞ്ചായത്ത്, ഒല്ലൂരിൻ്റെ ഒരു ഡിവിഷൻ, ഒല്ലൂർ ഡിവിഷൻ വരുന്ന അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിന്നുള്ള കുട്ടികളടക്കം 50 പേരടങ്ങുന്ന ഒരു ക്യാമ്പ് ഇവിടെ തന്നെ. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ കൃഷി ഉൽപ്പന്നങ്ങൾ നൽകി ചേനത്ത് സ്വീകരിച്ചു. മുൻ MP CN ജയദേവൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചേനം ആലുക്കൽ മൈതാനിയിൽ വെച്ചാണ് കർഷകരും തൊഴിലാളികളും യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നാട്ടുകാർ സ്വീകരണം നൽകിയത്. ലോക്കൽ സെക്രട്ടറി PB ഷാജൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ്, CPM ലോക്കൽ കമ്മിറ്റി അംഗം രജനി ഹരിഹരൻ, CPM ബ്രാഞ്ച് സെക്രട്ടറി EA ഷാബിർ, CPI ബ്രാഞ്ച് സെക്രട്ടറി CM ഷക്കീർ എന്നിവർ സംസാരിച്ചു. BKMU നേതാവ് KH അബ്ദുൾ റഹ്മാൻ കൊയ്ത്തരിവാളും നെൽക്കതിരും കൈമാറി. ചേന, നെൽക്കതിർ കുല, ചക്ക, നാടൻ പൂവൻ കായക്കുല തുടങ്ങി പുസ്തകങ്ങൾ വരെ നൽകിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. രാഷ്ട്രീയം പറഞ്ഞതിന് നിറഞ്ഞ സോഡക്കുപ്പി കൊണ്ടുള്ള അടിയേറ്റ് കടയുടമയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു. കരുവന്നൂർ രാജ കമ്പനിക്ക് സമീപം ശ്രീകൃഷ്ണ എന്ന പേരിൽ തുണിക്കട നടത്തുന്ന എട്ടുമന തൈക്കൂട്ടത്തിൽ കൃഷ്ണന്റെ മകൻ കൃഷ്ണദാസിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ തൃശൂർ ജില്ലാ ആശുപത്രിയിലാക്കി. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. കടയുടെ ഉള്ളിൽ കയറിയാണ് അക്രമം നടത്തിയതെന്ന് പറയുന്നു. പ്രതിയെ ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ചേർപ്പ് SI പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേന്ദ്രസേനയും അന്തിക്കാട് പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ചുമതലകൾക്കായി അന്തിക്കാട് പോലീസിന് ജില്ലാ കളക്ടർ അനുവദിച്ച കേന്ദ്രസേനയാണ് റൂട്ട് മാർച്ചിൽ പങ്കെടുത്തത്. ആവടങ്ങാട്ട് കളരിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ അവസാനിച്ചു. തുടർന്ന് അരിമ്പൂർ പഞ്ചായത്തിലെ മനക്കുടിയിലും റൂട്ട് മാർച്ച് നടത്തി. ഇരിങ്ങാലക്കുട DVSP MC കുഞ്ഞുമൊയിൻകുട്ടി, അന്തിക്കാട് SHO VS വിനീഷ്, SIമാരായ KJ പ്രവീൺ, K ഷിജു എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്തെ ഭിന്നിപ്പിക്കാനും വേർതിരിക്കാനും ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് പോരാടുന്നതെന്ന് TN പ്രതാപൻ MP. UDF നാട്ടിക നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്
തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാൾ വെറും ഒരു അഭ്രവാളിയിലെ ഏത് വേഷവും കിട്ടുന്ന വേഷക്കാരൻ മാത്രമാണ്. മറ്റൊരാൾ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ആളുകളെ നിരന്തരമായി വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ വഞ്ചിച്ച് പറ്റിച്ച ചരിത്രമുള്ളതാണ്. പറഞ്ഞതൊന്നും നടപ്പിലാക്കാത്ത, പ്രഖ്യാപിച്ച ബഡ്ജറ്റുകളിലുള്ളതൊന്നും നടപ്പിലാക്കാത്ത വാഗ്ദാന രാമൻ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള ശ്രീരാമൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും ശ്രീരാമനും പിന്നെ യേശുക്രിസ്തുവും മുഹമ്മദ് നബിയെയും എല്ലാം കൂട്ടിച്ചേർത്ത് പറയാവുന്ന മതനിരപേക്ഷതയുടെ സെക്യുലറിസത്തിന്റെ രാജകുമാരൻ എന്ന് പറയാവുന്നത് സീരിയസ് ആയ രാഷ്ട്രീയക്കാരൻ, ഗൗരവമുള്ള രാഷ്ട്രീയക്കാരൻ കെ മുരളീധരനാണെന്ന കാര്യം നമ്മളല്ല മറ്റുള്ളവർ കൂടി വളരെ വികാരത്തോടു കൂടി പങ്കുവെക്കുകയാണ്. ഇത്തവണ ഞങ്ങളുടെ വോട്ട് മുരളീധരനാണെന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് വോട്ട് ചെയ്യാത്തവർ, കഴിഞ്ഞ തവണ മറ്റു അടയാളങ്ങളിൽ വോട്ട് ചെയ്തവർ, അവർ നമ്മളോട് തന്നെ നേരിട്ട് പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ UDF എല്ലാം വോട്ട് ചെയ്തത്. ഇത്തവണ ഞങ്ങൾ UDF വോട്ട് ചെയ്യും. കാരണം കെ മുരളീധരൻ ഇവിടെ ജയിക്കണം. അതിന് രണ്ട് കാരണങ്ങൾ അവർ ഞങ്ങളിപ്പോ പോയപ്പോൾ ജോസ് വള്ളൂരും ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ, നിരവധി ആളുകളെ നിങ്ങൾ ആരും കാണാത്ത, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത, ഒരു കൊടി അടയാളത്തിന് കീഴിൽ വരാത്ത നിരവധി ആളുകളെ ഞങ്ങൾ പോയി കാണുകയുണ്ടായി. അവര് പറഞ്ഞത് ഒന്ന്, BJP RSS സംഘപരിവാർ ശക്തികളെ 3ാം സ്ഥാനത്തേക്ക് തൃശ്ശൂരിൽ പറഞ്ഞേക്കുക. അത് യാഥാർത്ഥ്യമാണ്. 100% 3ാം സ്ഥാനത്തേക്ക് പോകും. കെട്ടിവെച്ച കാശ് കിട്ടും, അത് നമ്മൾ സമ്മതിക്കുന്നു. 3ാം സ്ഥാനത്തേക്ക് പോയി. മതം അടിസ്ഥാനമാക്കി പൗരന്റെ സ്വാതന്ത്ര്യവും വിശ്വാസവും അവകാശവും നിർണ്ണയിക്കപ്പെടുമ്പോൾ മതനിരപേക്ഷതയ്ക്കായി നിലകൊള്ളുന്നവർ കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. UDF നാട്ടിക തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ മുഖ്യാതിഥിയായി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, KK കൊച്ചുമുഹമ്മദ്, CO ജേക്കബ്, അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, K ദിലീപ് കുമാർ, VR വിജയൻ, PI ഷൌക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. പ്രവാസി വ്യവസായി KC എബ്രഹാമിന്റെ സ്നേഹഭവനം പദ്ധതി പ്രകാരം തളിക്കുളത്ത് നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. തളിക്കുളം ഹാഷ്മി നഗറിനു സമീപം അമ്പലത്ത് വീട്ടിൽ ബഷീറിനും കുടുംബത്തിനുമുള്ള സ്നേഹഭവനമാണ് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയത്. സൗദിയിൽ ടൈൽ നിർമ്മാണ തൊഴിലാളിയായിരിക്കെയാണ് ബഷീർ താൻ ക്യാൻസർ രോഗബാധിതനാണെന്ന് തിരിച്ചറിയുന്നത്. ഉമ്മ നസീബയും ഭാര്യ സൽബുവും മക്കളായ അജ്മൽ, മിഥിലാജ് എന്നിവർ ഉൾപ്പെട്ടതായിരുന്നു ബഷീറിന്റെ കുടുംബം. നാട്ടിൽ തിരിച്ചെത്തിയതിനു പിന്നാലെ ഉമ്മ നബീസയും ക്യാൻസർ ബാധിതയായി. ഇത് കുടുംബത്തിന് തിരിച്ചടിയായി. വിദേശത്ത് ജോലി ചെയ്തെടുത്ത വരുമാനം കൊണ്ട് തളിക്കുളം ഹാഷ്മി നഗറിന് സമീപം 5.5 സെന്റ് ഭൂമി വാങ്ങാനായത് മാത്രമായിരുന്നു മിച്ചം. ബഷീറിന്റെയും കുടുംബത്തിന്റെയും ദുരിതാവസ്ഥ നേരിട്ടറിഞ്ഞ TN പ്രതാപൻ MPയും ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളവും ചേർന്ന ഇക്കാര്യം പ്രവാസി വ്യവസായി KC എബ്രഹാമിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഇതോടെ സ്നേഹഭവനം പദ്ധതിയിലെ 25ാമത്തെ വീട് ബഷീറിനും കുടുംബത്തിനുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം തിരുവോണ നാളിൽ TN പ്രതാപൻ MP വീടിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 2 കിടപ്പുമുറികൾ ഉൾപ്പെടെ 700 ചതുരശ്രയടി വിസ്തൃതിയിലുള്ളതാണ് സ്നേഹഭവനം. സ്നേഹഭവനത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി ബഷീറിനും കുടുംബത്തിനും സമർപ്പിക്കുമെന്ന് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളം പറഞ്ഞു. പ്രിയപ്പെട്ട പ്രമുഖ വ്യവസായി പിറവം സ്വദേശിയായിട്ടുള്ള KC എബ്രഹാം സാർ നമ്മുടെ ജില്ലയുടെ പല മേഖലയിലായിട്ട് പണിത് നൽകിയിട്ടുള്ള 25ാമത്തെ സ്നേഹഭവനത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്ത് അടുത്ത മാസം നമ്മൾ ഇതിൻ്റെ ചാവി കൊടുക്കുന്ന വളരെ അതിമഹത്തായ ഒരു കർമ്മം നടക്കുന്ന ഒരു വീടിൻ്റെ മുന്നിൽ. കാരണം നമ്മുടെ ജീവിതത്തിൽ 25 വർഷത്തോളമായി ജീവകാരുണ്യ ആതുര സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മൾ ഈ 25ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ നമ്മളൊരു 15ഓളം പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുകയും അടുത്ത ദിവസം തന്നെ ഇത് 26ാമത്തെ ഒരു ഭവനത്തിൻ്റെ ചാവി എബ്രഹാം സാറിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് നിങ്ങളെപ്പോലെയുള്ള സുമനസ്സുകളായിട്ടുള്ള നിങ്ങളുടെ സഹായം കൊണ്ടാണ്. അതിലതി മഹത്തായ കടപ്പാടും എല്ലാം എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും അതുപോലെ തന്നെ എന്നെ ഇത്തരം മേഖലയിൽ സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഇനിയും നമുക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം. പരമ്പരാഗത മത്സ്യബന്ധന രീതിയിൽ നിന്ന് ശാസ്ത്രീയമായ യന്ത്രവൽകൃത മത്സ്യബന്ധന രീതിയിലേക്ക് മാറിയതാണ് മത്സ്യത്തൊഴിലാളികളെ മുഴുപട്ടിണിയിലേക്ക് തള്ളിവിട്ടതെന്ന് BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം
ചേറ്റുവ ഫിഷ് ലാൻഡിംഗ് സെന്റർ വർക്കേഴ്സ് സംഘിന്റെ വാർഷിക സമ്മേളനം ഏത്തായി സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാത്രികാല ട്രോളിംഗ്, തീരദേശത്തെ ട്രോളിംഗ്, പെഴ്സിൻ നെറ്റ് ഉപയോഗിച്ചുള്ള വിദേശ കമ്പനികളുടെ മത്സ്യബന്ധനം എന്നിവയാണ് മത്സ്യത്തൊഴിലാളിയുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനുള്ള മുഖ്യ കാരണം. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടിയെടുക്കണം. കൂടാതെ ചേറ്റുവ തുറമുഖത്ത് കാലങ്ങളായി മണൽത്തിട്ട രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം വലിയ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ചേറ്റുവ ഹാർബറിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇത് ചേറ്റുവ ഹാർബറിലെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ ഡ്രഡ്ജ് ചെയ്ത് മണൽ നീക്കണമെന്നും അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു ശക്തി എന്ന് തന്നെ വിശേഷിക്കപ്പെടുന്ന, ശബ്ദമായി വിശേഷിക്കപ്പെടുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് നമ്മുടെ ചേറ്റുവ ഫിഷ് ലാൻഡിംഗ് സെന്റർ വർക്കേഴ്സ്. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ തൊഴിലാളികൾക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കൈത്താങ്ങ് നൽകുവാൻ നമ്മുടെ ഏക ആശ്രയമായി നിൽക്കുന്ന ഒരു യൂണിയനാണ് നമ്മുടെ യൂണിയൻ. ആ യൂണിയന്റെ ശക്തിയും സംഘടനാ വൈഭവവും കൊണ്ട് മാത്രമേ പ്രത്യേകിച്ച് ഏതൊരു പഞ്ചായത്ത് പോലുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ കുറേ സംഘടനയ്ക്ക് നമ്മുടെ ചെറുപ്പക്കാരുടെ ഏതെങ്കിലും ആശ്വാസം പങ്കിടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ യൂണിയന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി ആത്മാർത്ഥയോടുകൂടി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനാ സംവിധാനം ചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കുറെ കൂടി പ്രതിബദ്ധത കാണിക്കേണ്ട ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ട് എന്നൊരു തിരിച്ചറിവ് നമ്മൾക്ക് ഓരോരുത്തരും ഉണ്ടാകണമെന്നാണ്. യൂണിയൻ പ്രസിഡന്റ് പി ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. കർണാടക ഉടുപ്പി മഹാത്മാഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന സൗത്ത് ഇന്ത്യൻ മാസ്റ്റേഴ്സ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ 45+ വിഭാഗം ഷോട്ട്പുട്ട്, ഡിസ്കസ് ത്രോ മത്സരങ്ങളിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ചേറ്റുവ ഹാർബർ BMS യൂണിയൻ തൊഴിലാളി KA ശ്രീകാന്തിനെ പഞ്ചായത്ത് അംഗം ഉഷ സുകുമാരൻ ആദരിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി KJ ജിജേഷ് കുമാർ, മേഖലാ പ്രസിഡന്റ് രമേശ് മാറാർ, NV സേതുനാഥൻ, EC പ്രജിത്ത, KL ജയപ്രകാശൻ, PS ലൈജു എന്നിവർ സംസാരിച്ചു. യൂണിയന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പി ആനന്ദൻ, ജനറൽ സെക്രട്ടറി NV സേതുനാഥൻ, ട്രഷറർ EC പ്രജിത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. നാട്ടിക ബീച്ചിൽ വയോധികനെ കാണാതായതായി പരാതി. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിന് വടക്കുഭാഗത്ത് പുത്തൻപുര വീട്ടിൽ 82 വയസ്സുള്ള ഭാസ്കരനെയാണ് വ്യാഴാഴ്ച ഉച്ച മുതൽ കാണാതായത്. ഇരുനിറമുള്ള ഇദ്ദേഹം വെള്ള ഷർട്ടും മുണ്ടുമാണ് ധരിച്ചിരുന്നത്. കണ്ടെത്തുന്നവർ 9847 862281 8281 87 2255 എന്ന നമ്പറിലോ വലപ്പാട് പോലീസിനെയോ അറിയിക്കുക. തൃശൂർ അഡാപ്റ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സാത്മ്യം എന്ന പേരിൽ ഓട്ടിസം ദിനാചരണം സംഘടിപ്പിക്കും. ഏപ്രിൽ 2 രാവിലെ 10 തൃശൂർ സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ചലച്ചിത്ര സംവിധായകൻ ഹരി പി നായർ, റവറൻഡ് ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, KR പ്രദീപൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. വല്ലച്ചിറ പുല്ലയിൽ വിഷ്ണുമായ ചാത്തൻ ഭദ്രകാളി ദേവസ്ഥാനത്ത് അഷ്ടനാഗ കളമെഴുത്ത് 31 വൈകിട്ട് 6 നടക്കും. എഴുന്നള്ളിപ്പ്, നാഗപൂജ പാട്ട്, പറനിറയ്ക്കൽ, ദ്രവ്യസമർപ്പണം, അഷ്ടനാഗക്കളം, സർപ്പം തുള്ളൽ, ദീപാരാധന എന്നിവയുണ്ടാകും. വെങ്ങണിശ്ശേരി കറുകയിൽ പരേതനായ വിജയന്റെ ഭാര്യ ശോഭന നിര്യാതയായി. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചേർപ്പ് തെക്കിനിയത്ത് കുഞ്ഞാമര പരേതനായ റപ്പായി ഭാര്യ ത്രേസ്യ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോണി, റോസി, മേരി, പിയൂസ് എന്നിവർ മക്കളും റീജ, ജോണി, റാഫേൽ, മിനി എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6300 രൂപ, പവന് 50400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണയിൽ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ചേർപ്പ് മേഖലയിലെ ഇടവകകളിൽ കുരിശിന്റെ വഴി തീർത്ഥാടന യാത്രയും ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകളും നടന്നു. ചേർപ്പിൽ എക്സൈസിന്റെ വൻ ചാരായവേട്ട. 60 ലിറ്റർ തെങ്ങിൻ പൂക്കുല ചാരായവുമായി 2 പേരെ ചേർപ്പ് എക്സൈസ് പിടികൂടി. സ്കൂട്ടർ ഓടിച്ചു പോകുന്നതിനിടെ യാത്രികന് സൂര്യാഘാതമേറ്റു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ മരത്തിന്റെ പ്ലെയിനർ സ്ഥാപനം നടത്തുന്ന
രതീഷിനാണ് സൂര്യാഘാതമേറ്റത്. ചേർപ്പ് മുത്തുള്ളിയാലിൽ കാർ നിയന്ത്രണം വിട്ട അപകടം. വൈദ്യുതിക്കാൽ തകർത്ത് മതിലിടിച്ചു നിന്നു. ഡ്രൈവർ ചാടിയിറങ്ങി രക്ഷപ്പെട്ടു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ കൃഷി ഉൽപ്പന്നങ്ങൾ നൽകി ചേലത്ത് സ്വീകരിച്ചു. മുൻ MP CN ജയദേവൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.